ഇത് കണ്ട കൂട്ടുകാരെ, ചിക്കൻ കറിയാണ്. കുക്കറിൽ ഉണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല. പക്ഷേ ഇത് രുചിച്ച് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. സാധാരണ ഞാൻ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കനിൽ ചേർക്കുന്ന എല്ലാ മസാലയും കൂടി ചേർത്തിട്ട് കുക്കറിൽ 2 അടി അടിച്ച് വിസിൽ കളഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളിയും വേപ്പിലൊക്കെ അരിഞ്ഞ് മൂപ്പിച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കുന്നതാണ്. പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ വയ്ക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നി. ഞാൻ പറയാം, നമ്മൾ കുക്കറിൽ തന്നെ ചിക്കൻ ഇടുക, എല്ല് പീസുള്ള ചിക്കൻ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ഉപ്പ്, ഇതൊക്കെ ചേർത്ത് കുക്കറിൽ 2 അടി അടിച്ച് ആവി കളഞ്ഞിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ട് തക്കാളിയും ഇട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് മസാലപ്പൊടിയും ചേർത്തിട്ട് ഇത് തട്ടുന്നതാണ്. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഈ ചിക്കൻ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് സവാള ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവിക്ക് നല്ല കൊഴുപ്പായിരിക്കും. ഇപ്പോൾ നേരെ മറിച്ചിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, കുക്കറിൽ എല്ലാ മസാല ഇട്ട് വേവിക്കുമ്പോൾ ഒരു പച്ചക്കുത്തുണ്ടാവും. പക്ഷേ ഇതിനതില്ല. നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇപ്പോഴാണ് ചേർക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. പത്തിരിക്കും പുട്ടിൻ്റെയും കൂടെയൊക്കെ സൂപ്പറാണ്, നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ. നിങ്ങൾക്ക് ഈ പരുവത്തിൽ കൊടുക്കണ്ട, ഒരു 2 വയസ്സിന് താഴെ. ഞാൻ കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ ആ പീസ് എടുത്ത് മാറ്റിയാൽ മതി. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കുക. മസാലയുടെ അളവ് പറയാം കേട്ടോ. 1 കിലോ ചിക്കൻ ഉണ്ട്, എല്ല് പീസ് അടങ്ങിയ ചിക്കൻ. പിന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടി, 4 പച്ചമുളക്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സവാള, ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ 1 പിടി ഉള്ളി, 1 ചുള വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഒരു വലിയ തക്കാളി, ഇതൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഉപ്പ് 1 ടീസ്പൂൺ ഉണ്ട്. ചിക്കൻ വേവിക്കുമ്പോഴും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല, ചിക്കനിലെ വെള്ളം കളഞ്ഞിട്ടുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ താളിക്കുന്ന സമയത്ത്. അത് വേണമെങ്കിൽ ഒഴിവാക്കാം, ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പത്തിരി ആയിട്ട് ഉണ്ടാക്കിയത്. പത്തിരിയും ചിക്കൻ കറിയാണേ. പത്തിരിയും ചിക്കൻ കറി കഴിക്കാൻ പോവാണേ.